മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും മുതൽ മുടക്കുള്ള ഒരു സിനിമയാണ്. അപ്പൊ ആ ഒരു സിനിമയെ സിനിമയായിട്ട് കാണണമെന്നൊക്കെ ഉള്ളൊരു എന്തെങ്കിലും അങ്ങനെ ഒരു കമന്റ് ഉണ്ടോ? അല്ല, അത് പിന്നെ ഇന്നലെ MT രമേശ് പറഞ്ഞില്ലേ, സിനിമയെ സിനിമയായിട്ട് കാണണം. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MT രമേശ് ഈ വിഷയത്തിൽ ഇടപെടാതെ ആ സിനിമയല്ലേ നടക്കട്ടെ എന്ന് പറഞ്ഞ് മാറി പറഞ്ഞില്ലേ, അതാണ് ഞങ്ങളുടെ പാർട്ടിന്റെ വിവാദങ്ങളൊക്കെ അനാവശ്യമാണ്. പല ഒരു റൈറ്റ് വിങ് ആയിട്ടുള്ള പല സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഞാൻ ഉണ്ടാക്കിയോ? ചന്ദ്രൻ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? എന്തിനാ ഓരോന്ന് പറഞ്ഞത്? സമൂഹ മാധ്യമങ്ങളടക്കം യുവമോർച്ച നേതാക്കളടക്കം സിനിമ ബഹിഷ്കരിക്കണമെന്നൊരു ആഹ്വാനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ അത് എന്നോട് എന്തിനാ ചോദിക്കുന്നത്? അവരോട് പോയി ചോദിക്കുക. സത്യം അറിയില്ല സാർ. വിവാദങ്ങളൊന്നും ആവശ്യമില്ല, വിവാദങ്ങളുടെ ഒന്നും ഒരു ആവശ്യമില്ല. അല്ലെ, നിങ്ങളാണോ കോമന്ററി ചെയ്യുന്നത്? എന്താണ് അതിൽ ക്വസ്റ്റ്യൻ ഉണ്ടോ, ആൻസർ ഉണ്ടോ? എന്താ പറഞ്ഞത്? നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഹലോ, ടെസ്റ്റിംഗ്, ഇതൊക്കെയാണല്ലോ. സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രൂപത്തിലുള്ള ആഘോഷമായിരുന്നു. സംഘപരിവാർ പ്രൊഫൈലുകളൊക്കെ എമ്പുരാൻ എന്ന് പറഞ്ഞ് അവരുടെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും എമ്പുരാന്റെ മുമ്പ് സിനിമ ടാക്കീസിന്റെ മുമ്പിൽ പോയി ഫോട്ടോ എടുത്ത് ലാലേട്ടന്റെ സിനിമ കാണാൻ പോകുന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഫേസ്ബുക്കിലൊക്കെ ഇട്ടതിന് ശേഷം, സിനിമ കഴിഞ്ഞതിന് ശേഷം വളരെ മോശമായ രൂപത്തിലുള്ള പ്രതികരണം നടത്തുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അവർ പ്രതീക്ഷിച്ചത് ഈ ഗോമൂത്രത്തിൽ ചാലിച്ച നല്ല ചാണകമാണ് അവർ കിട്ടുക എന്ന പ്രതീക്ഷ. നോക്കുമ്പോൾ അവരുടെ മുമ്പിൽ നല്ല ബീഫ് ഫ്രൈയാ വന്നത്. ആ അവസ്ഥയിലാണ് സംഖ്യയുടെ അവസ്ഥ. ആ രൂപത്തിലാണ് അവര് ആ രൂപത്തിൽ നാണം കെട്ടിരിക്കുകയാണ്. കാരണം നീ വെള്ളം ഇറങ്ങാതെ ചാവൂടാ. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ഫാസിസ്റ്റ് ഭരണകൂടം ഭരിക്കുന്ന, ഹിന്ദുത്വ ഫാസിസ്റ്റ് ഭരണകൂടം ഭരിക്കുന്ന ഈ രാജ്യത്തിനകത്ത് ഇത്തരം ഒരു സിനിമ എടുക്കാൻ കാണിച്ച ചങ്കൂറ്റം അത് ചെറുതായ ചങ്കൂറ്റമല്ലല്ലോ. രാഷ്ട്രീയ കലാ സാംസ്കാരിക കുടുംബ മേഖലകൾ സജീവമായി നിലനിർത്തുന്നില്ലേ എന്ന് പരോക്ഷമായി ഞാൻ സ്ഥാപിച്ചെടുക്കുന്നില്ലേ? സന്ദീപ്, ഒരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ ഈ അകത്ത് ഐക്യമില്ലാത്തത് കൊണ്ടാണോ അതോ ഒരു രാഷ്ട്രീയ തന്ത്രമാണോ നേതാക്കന്മാർ പറയുക ഞങ്ങൾ സിനിമയായിട്ട് കാണും, എന്നിട്ട് അണികളോട് സമൂഹ മാധ്യമങ്ങളിൽ ഈ വലിയൊരു ആക്രമണം അഴിച്ചുവിടുക? എനിക്ക് വല്ലതും പറയാനൊരു കൂട്ടായി. പൊളിറ്റിക്കൽ തന്ത്രമൊന്നും അല്ലല്ലോ അല്ലേ? അല്ല, അങ്ങനെ രാഷ്ട്രീയ തന്ത്രം മെനയാൻ ബുദ്ധിശക്തിയുള്ള ആളുകളൊന്നും BJPക്ക് അകത്തില്ല. അതൊന്നും നിങ്ങൾ പേടിക്കണം. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. എമ്പുരാൻ ഇന്ത്യ ഭരിക്കുന്നവരെ അപകീർത്തിപ്പെടുത്തുന്ന സിനിമ എന്ന് BJP ദേശീയ കൗൺസിൽ അംഗം C രഘുനാഥ് പറയും. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി തിരികെ വാങ്ങണമെന്നും അല്ലാത്ത പക്ഷം കോടതിയിൽ പോകുമെന്നും C രഘുനാഥ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ ലഫ്റ്റനന്റ് കേണൽ പദവി അദ്ദേഹത്തിന് തിരിച്ചു വാങ്ങണം എന്നുള്ള അഭിപ്രായം. ഞങ്ങൾ അതിന് കേസും പോകും, തിരിച്ചു വാങ്ങണമെന്ന് ആവശ്യപ്പെടും. നീ കാര്യമായിട്ട് പറയുവാണോ? തമാശ പറയാൻ ഞാനെന്താ ചാർലി ചാപ്ലിനോ? നിങ്ങൾക്ക് എന്നോടുള്ള സ്പർദ്ധയെല്ലാം തീരും നിങ്ങളുടെയൊക്കെ തലയിൽ വെളിച്ചം വീണാൽ.